അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, രണ്ടേ രണ്ട് തെറ്റുകൾ ആരുടെ ഭവനത്തിലുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ തെറ്റേതെന്നറിയുമോ? ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തണേ ചെറുപ്പക്കാരാ, പെങ്ങളെ ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തണേ പൊന്നുമോളെ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആയുസ് കുറയുന്ന ഒന്നാമത്തെ തെറ്റേതെന്നറിയുമോ? ഹറാമായ സമ്പത്ത് ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരന് അത് തിന്നാനുള്ള യോഗമുണ്ടാകില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഹറാമായ സമ്പത്തുണ്ടല്ലോ, ഏത് വീട്ടിലാണോ മോട്ടിച്ചതും പിടിച്ചു പറിച്ചതും പലിശ കച്ചവടം നടത്തിയതും ലോട്ടറി എടുത്തിട്ട് വാരിക്കൂട്ടുന്ന സമ്പത്തുണ്ടല്ലോ, മോനെ സുഖിക്കാനുള്ള യോഗം നിനക്കില്ല. എന്റെ പ്രിയമുള്ളവരെ, തിരുത്തട്. ഇന്നെല്ലാവർക്കും പണമതിയല്ലോ, ഏത് വഴിയിലൂടെയും അത് സമ്പാദിക്കാൻ നെട്ടോട്ടമോടുകയാ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഒരു പെണ്ണ് സ്വർഗത്തിലാണ്, ഒരു പെണ്ണ് സ്വർഗത്തിലാണ്. ഏത് പെണ്ണെന്നറിയുമോ? ഏത് പെണ്ണെന്നറിയുമോ? രാവിലെ ജോലിക്കിറങ്ങി പോകുന്ന ഭർത്താവുണ്ടല്ലോ, രാവിലെ കുടുംബത്തെ പോറ്റാ ഭാര്യക്കും മക്കൾക്കും വല്ലതും തിന്നാൻ കൊടുക്കാറ്. പടച്ചവരെ, രാവിലെ ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്നിറങ്ങി പോകുമ്പോ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് വൈകുന്നേര സമയത്ത് ഇന്ന് ജോലിയൊന്നും കിട്ടിയില്ല, ഇന്ന് ജോലിയൊന്നും കിട്ടിയില്ല, പൈസയൊന്നും കിട്ടിയില്ല. വൈകുന്നേരം വെറും കയ്യോടെ ഈ വീട്ടിലേക്ക് കയറി വന്നാൽ ഞാനും എന്റെ മക്കളും പച്ചവെള്ളം കുടിച്ചിട്ട് കിടന്നുറങ്ങാ തയ്യാറാ. ഞങ്ങളെ കൊണ്ട് ഹറാമിന്റെ ഭക്ഷണം തീറ്റിക്കല്ലേ, ഹറാമിന്റെ പൈസയും. ഇന്ന് ജോലിയൊന്നും കിട്ടിയില്ല, പൈസയൊന്നും കിട്ടിയില്ല. വൈകുന്നേരം വെറും കയ്യോടെ ഈ വീട്ടിലേക്ക് കയറി വന്നാൽ ഞാനും എന്റെ മക്കളും പച്ചവെള്ളം കുടിച്ചിട്ട് കിടന്നുറങ്ങാ തയ്യാറാ. ഞങ്ങളെ കൊണ്ട് ഹറാമിന്റെ ഭക്ഷണം തീറ്റിക്കല്ലേ, ഹറാമിന്റെ പൈസയുമായി ഈ വീട്ടിലേക്ക് വരല്ലേ എന്ന് രാവിലെ ഇറങ്ങി പോകുന്ന ഭർത്താവിനെ ഓർമ്മപ്പെടുത്തുന്ന പെണ്ണ്, അവൾ സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഒരു പെണ്ണും അങ്ങനെ പറയാറില്ല, ഒരു പെണ്ണും അങ്ങനെ പറയാറില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, പണത്തിനോടുള്ള ആർത്തികള ചെറുപ്പക്കാരാ, കൊട്ടേശം പണി നടത്തുന്നവരുണ്ടല്ലോ, പണത്തിനെ പിടിച്ചു പറിക്കാൻ പോകുന്നവരുണ്ടല്ലോ, മോഷണം നടത്താൻ പോകുന്നവരുണ്ടല്ലോ. പൊന്നുമോനെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രം അറിയുമല്ലോ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ കാലിന്റെ അടിയിലുള്ള ഒരു പിടി മണ്ണ് പോലും അല്ലാഹുവിന്റെ റസൂലിന് സ്വന്തമായിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് ചവിട്ടിയിരുന്ന ആ കാലിന്റെ അടിയിലുള്ള ഒരു പിടി മണ്ണ് പോലും അല്ലാഹുവിന്റെ റസൂലിന് സ്വന്തമായിട്ടില്ലായിരുന്നു ചെറുപ്പക്കാരോ.